ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പീരീഡ്സിനെ പറ്റി സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോയിൽ. എൻ്റെ ഫസ്റ്റ് പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസും എങ്ങനെയാണ് പീരീഡ്സിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ. 9th നിന്ന് 10th ആവുന്ന വെക്കേഷനിലാണ് ഞാൻ ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ എൻ്റെ അടുത്ത് അമ്മ എങ്ങനെയാണ് പീരീഡ്സ് ആവുക, എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് പീരീഡ്സ് ആവുന്ന കാര്യങ്ങളൊക്കെ അമ്മ എനിക്ക് ചെറുതായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് പീരീഡ്സ് ആവും, ഇങ്ങനെ അതെല്ലാ മാസവും സ്ത്രീകൾക്ക് ഉണ്ടാവും, അങ്ങനെയുള്ള ചെറിയൊരു കാര്യം അമ്മ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്ലഡൊക്കെ വരുമ്പോൾ പേടിക്കരുത്, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ അമ്മ പറഞ്ഞു തന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു കാര്യം ഉണ്ടാവും എന്നുള്ളൊരു അറിവ്, ഒരു ബോധം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ 9th നിന്ന് 10th ആവുന്ന വെക്കേഷനിലാണ് പീരീഡ്സ് ആയത്. അപ്പോൾ കുളിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ആദ്യമായിട്ട് ഞാനിങ്ങനെ ബ്ലഡൊക്കെ വരുന്നത് കണ്ടപ്പോൾ ആകെ പെട്ടെന്ന് പിടിച്ചു പോയി. ആദ്യമായിട്ട് അയ്യോ എന്താ ബ്ലഡ് വന്നു, എന്തെങ്കിലും അസുഖം വന്നോ എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് അമ്മ അതിങ്ങനെ വിളിച്ച അപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ ഒക്കെ കരഞ്ഞ് വിളിക്കണ കേട്ടപ്പോൾ അതന്നെ ഫസ്റ്റ് പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസ് അതാണ്. എനിക്ക് വേദനയോ കാര്യം അന്ന് പെയിനൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ വയറുവേദന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സിഗ്നൽ പോലും മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല പീരീഡ്സ് ആവാൻ പോകുന്നതിൻ്റെ. ഇപ്പോൾ വയറുവേദന അല്ലെങ്കിൽ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ചടങ്ങ് പോലെയൊക്കെ ആയിട്ടാണ് അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് പായ വിരിച്ച് താഴെ ഇരിക്കുക 4 ദിവസം, പിന്നെ പച്ചമുട്ട കുടിപ്പിക്കുക, മുട്ടയിൽ എണ്ണ ഒഴിച്ചിട്ട് കുടിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ച് എണ്ണയൊക്കെ തലയിൽ തേച്ച് ഗോൾഡൊക്കെ ഇടിയിപ്പിച്ച് അങ്ങനെ സദ്യയൊക്കെ നടത്തിയൊരു ചടങ്ങായിട്ടാണ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ഫസ്റ്റ് പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവെ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദനകളും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷെ വയറുവേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷെ ഭയങ്കര ബാക്ക് പെയിനും കാല് കഴപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടാവുമായിരുന്നു. ചില സമയത്ത് കാല് ഭയങ്കര കഴപ്പും ബാക്ക് പെയിൻ, അതാണ് എനിക്ക് ഏറ്റവും. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് മൂഡ് സ്വിങ്സിൻ്റെ എക്സ്ട്രീമാണ്. ഭയങ്കര കരച്ചിൽ, സങ്കടം വരെ, കരയുക, ദേഷ്യം വരെ, സന്തോഷം ഒഴിച്ച് എല്ലാം എക്സ്ട്രീമായിട്ടായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് കരച്ചിൽ വരും എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായ പോലെയൊക്കെ ഇങ്ങനെ തോന്നും. വെറുതെ ഉണ്ടെന്നിങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ ഞാൻ കരയും. അതുപോലത്തെ ഇമോഷണൽ റോളർ കോസ്റ്ററാണ് എനിക്ക് ആ ഒരു പീരീഡ്സിൻ്റെ ഒരാഴ്ച മുന്നത്തെ ഒരു വീക്കിൽ എനിക്ക് ഉണ്ടാവൽ. പിന്നെ പീരീഡ്സ് ആവുന്നതിൻ്റെ 2 ദിവസം മുന്നേ തൊട്ട് ഒരു ബാക്ക് പെയിൻ ചെറുതായിട്ട്, ചിലപ്പോൾ ഭയങ്കരമായിട്ടും തോന്നും, ബാക്ക് പെയിനും കാല് കഴപ്പും. അതായിരുന്നു എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള വയറുവേദന അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞൊരു 3-4-5-6 മാസമായിട്ട്, അതായത് ഇവിടെ വന്നതിന് ശേഷം തോന്നുന്നു പീരീഡ്സ് ആകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും ഭയങ്കര വയറുവേദന അങ്ങനെയൊന്നുമില്ല. ചില മാസം സഹിക്കാൻ പറ്റാത്ത ഭയങ്കര വയറുവേദന, ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ കുനിഞ്ഞാലെ നിൽക്കാൻ പറ്റുള്ളൂ. അതും ശ്വാസം വലിക്കുമ്പോൾ അടിവയറ്റിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന എടുക്കും, അടിവയറ്റിലും. പിന്നെ ശ്വാസം വിടുമ്പോൾ ചുമയ്ക്കുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് അടിവയറ്റിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ഒരു വേദനയാണ്, അത് ഉണ്ടാവാറുണ്ട്. പക്ഷേ പെയിൻ എന്ത് വന്നാലും എനിക്ക് അത്യാവശ്യം പെയിൻ സഹിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണോ എന്നറിയില്ല, അതോ എല്ലാവർക്കും വരുന്ന പോലെ എക്സ്ട്രീമായിട്ട് പെയിൻ വരാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ പെയിൻ വരുമ്പോൾ മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ഹോട്ട് ബാഗ് വയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷെ മൂഡ് സ്വിങ്സ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ പീരീഡ് സമയത്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യം. അല്ലാത്തൊരു പക്ഷം ബാക്കി കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് തന്നെ, അതായത് ജോലി ചെയ്യുകയാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും എനിക്കിങ്ങനെ വയറുവേദന കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പീരീഡ്സിൻ്റെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസമാണ് ആദ്യമായിട്ട് പീരീഡ്സ് ആയിട്ട് ഇങ്ങനെ വയറുവേദന. അത് ഞാൻ 7 days കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്തിട്ട് 8ാമത്തെ ദിവസം, ലാസ്റ്റ് ഡേ കൊണ്ട് 7ാമത്തെ ദിവസം, അത് 8ാമത്തെ ദിവസം ആകണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫ്രൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ കുറേ ദിവസം ഡ്യൂട്ടി കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഭയങ്കരമായിട്ട് ടയേർഡാവുമല്ലോ. അപ്പോൾ ആ ടയേർഡായത് കൊണ്ടാണോ ആയിരിക്കാം എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് അന്ന് വയറുവേദന വന്നിട്ട് ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുത്ത് അവിടെ പോയി ഇരുന്നു, ഇങ്ങനെ കിടന്നു ടേബിളിൽ തല വെച്ചിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അവർ
എന്താ പറ്റിയ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പീരീഡ്സ് ആയിട്ട് വയറുവേദനയാണ്, എനിക്ക് കുറച്ച് നേരം ബ്രേക്ക് വേണം പറഞ്ഞു. അവർ പറഞ്ഞു അങ്ങനെ വയ്യാന്നുണ്ടെങ്കിൽ പോയിക്കോ, വീട്ടിൽ പോയിക്കോ, കുഴപ്പമില്ല, അവിടെ ഇരിക്കണം എന്നില്ല, വയ്യെങ്കിൽ കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡ്യൂട്ടിയുടെ ഇടയിലായാലും ക്ലാസ്സിൻ്റെ ഇടയിലാണെങ്കിലും പീരീഡ്സിൻ്റെ വയറുവേദന കൊണ്ട് ഞാൻ ലീവ് എടുക്കുക അല്ലെങ്കിൽ തിരിച്ചു പോരാ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ മന്തിലുണ്ടായത്. അന്ന് എനിക്ക് എൻ്റെ ശരീരവും ഭയങ്കരമായിട്ട് തളർന്ന് എനിക്കൊന്നിനും വയ്യായിരുന്നു. അന്ന് ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു. അത് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ലാംഗ്വേജ് ക്ലാസ്. അപ്പോൾ ഞാൻ ഇത്തിരി നേരത്തെ പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് 5 മണിക്കാണ് ക്ലാസ്. അപ്പോൾ ഞാനൊരു ഇത്തിരി നേരത്തെ പോയി കഴിഞ്ഞാൽ തിക്കും തിരക്കും പിടിക്കാതെ പോകാമല്ലോ എന്ന് വെച്ച് ജസ്റ്റ് ഇറങ്ങിയതാണ്. ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിൽ കയറിപ്പോട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് വേഗം ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ റോട്ടിൽ തന്നെ നിന്ന് ഛർദ്ദിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ച് വരണ വരെ ഛർദ്ദിയോട്. വാതിൽ തുറക്കാൻ വേണ്ടി കീ ഇട്ട വശം വീണ്ടും ഛർദ്ദിച്ച്, കയ്യിലും മേത്തും ഷൂയിലൊക്കെ ആകെ മേത്ത് ഛർദ്ദി. അത് കഴിഞ്ഞ മാസം എനിക്ക് എന്താ പറ്റിയത് എനിക്ക് തന്നെ അറിയില്ല. ഭയങ്കരമായിട്ട് വയ്യാതായി പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് ചിലപ്പോൾ ഞാൻ തലേദിവസത്തെ ചോറ് കഴിക്കാൻ പറ്റില്ല എനിക്ക്. അന്ന് ഞാൻ കഴിച്ചോന്ന് വെച്ചാൽ അത്രയൊന്നും കഴിച്ചൊന്നുമില്ല. ജസ്റ്റ് ആ കറിയുടെ കൂട്ട് ജസ്റ്റ് ഒരു ഇത്തിരി എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് അത് കഴിക്കാനുള്ളൊരു മൂഡ് പോലും ഇല്ലാണ്ട് ഞാൻ പോയി കിടന്നത്. പക്ഷേ ഇത്ര കഴിച്ചാലും ഞാൻ ഇത്രയും ഛർദ്ദിച്ച് പോയി. എനിക്ക് അത്ര ഛർദ്ദിക്കാനുള്ള എൻ്റെ ശരീരത്തിൽ ഞാൻ അന്നൊന്നും കഴിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അതാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് കഴിഞ്ഞ മാസം ഉണ്ടായത്. അതാണ് ആദ്യമായിട്ട് പീരീഡ്സ് ആയിട്ടൊരു ഭീകരതയുള്ളൊരു സംഭവം ഉണ്ടായത്. ബാക്കിയെല്ലാം നോർമലായിട്ട് തന്നെ ഉണ്ടാവല്. എപ്പോഴും എൻ്റെ പീരീഡ്സ് ആകുമ്പോൾ പേടിക്കണ ഒരാളുണ്ട്, അതെൻ്റെ ചേട്ടനാണ്, ഹസ്ബൻഡാണ്. എൻ്റെ മൂഡ് സ്വിങ്സിനെ എപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ എപ്പോഴും തല്ലിടും, ഞങ്ങൾ പിണങ്ങും. എന്നിട്ട് ഞാനായിരിക്കും ഇഷ്യൂ ഉണ്ടാക്കി പിണങ്ങുക. എന്നിട്ട് ഞാൻ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്നെ ആർക്ക് വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇത് കഴിയുമ്പോൾ ചേട്ടൻ വരും, കഴിഞ്ഞോ ഇതിൻ്റെ ചേച്ചിട്ട് വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹാപ്പി ഇത് പറഞ്ഞിട്ടിരിക്കും. അതാണ് ഒരു സംഭവം. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ പീരീഡ്സിൻ്റെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട്. പിന്നെ പീരീഡ്സിൻ്റെ കെയർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പണ്ടിലേ തൊട്ടിട്ട് തന്നെ പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കോട്ടൺ ആണെങ്കിലും കപ്പാണെങ്കിലും എനിക്ക് കംഫർട്ടബിളായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. കോട്ടൺ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കാനോ അല്ലെങ്കിൽ കറക്റ്റ് ശരിക്കും ഒന്ന് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പോലും എനിക്ക് പറ്റാറില്ല. അതുകൊണ്ട് പിന്നെ അത് കഴുകാനുള്ളൊരു അറപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് പണ്ട് തൊട്ടുണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല. കാലങ്ങളായിട്ട് ഞാൻ കോട്ടൺ വെച്ചിട്ടേ ഇല്ല. പക്ഷേ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അറപ്പ് വരും അത് കഴുകണ സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോട്ടൺ യൂസ് ചെയ്യാറില്ല. പിന്നെ പാഡാണ് കംഫർട്ടബിളും എനിക്ക് എപ്പോഴും നല്ലതായിട്ട് തോന്നിയേക്കുന്നത്. വിങ്സുള്ള പാഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ, അതായത് നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇവിടെ എങ്ങനെയാണ് പാഡ് ഡിസ്പോസ് ചെയ്യുക കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാനൊരു സേഫ്റ്റിക്ക് കപ്പും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഞാൻ പാഡ് കത്തിക്കായിരുന്നു ചെയ്യണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ കത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാനൊരു മെൻസ്ട്രൽ കപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണത് ഉപയോഗിക്കാമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഒരു വട്ടം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിന് ഊരാൻ കിട്ടില്ല, ഇത് എങ്ങനെ ഊരാന്നുള്ളൊരു പേടിയായിട്ട് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയപ്പോൾ ഒന്ന് പുറത്തേക്ക് വലിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ആകെ പേടി. ഞാൻ കുറേ സമയം എടുത്ത് കുറേ ടെൻഷൻ അടിച്ചിട്ടാണ് ഞാനത് തിരിച്ചു ഊരിയത്. അത് വെക്കണേക്കാളും സമയം എടുത്തിട്ടാണ് ഊരെടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായത്. ഇതിന് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് അത് ഉള്ളിൽ കയറി പോവുക, എങ്ങനെയാണ് അതിൻ്റെ സംഭവം എന്ന് അറിയില്ലാത്തതുകൊണ്ട് പിന്നെ പേടിയായതിന് ശേഷം പിന്നെ ഞാനത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് അന്ന് തന്നെ നല്ലോണം തിളച്ച വെള്ളത്തിലിട്ട് കഴുകി ഇതാക്കിയിട്ട് എടുത്ത് വെച്ചു. പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. ഇത്രയാണ് പീരീഡ്സിനെ പറ്റിയിട്ടുള്ള ഇത് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. അപ്പോൾ മൂഡ് സ്വിങ്സിനായാലും നമ്മുടെ ശരീരത്തിനാണെങ്കിലും അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തീരെയും വെള്ളം കുടിക്കാത്ത ഒരാളാണ്. ചേട്ടൻ എപ്പോഴും പറയും വെള്ളം കുടിക്കുക, പക്ഷേ ഞാൻ വെള്ളം കുടിക്കൽ വളരെ പൊതുവെ കുറവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. എനിക്ക് 2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഫസ്റ്റ് പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി ചെയ്യുമോ, ഫസ്റ്റ് പീരീഡ് കെയറിനെ പറ്റി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് നോർമലി എൻ്റെ ചാനലിൽ വളരെ കുറവ് സബ്സ്ക്രൈബേഴ്സും കമൻസ് ആകെ ചെയ്യാൻ എൻ്റെ ചേച്ചിയോ ചെറിയച്ഛനോ അല്ലെങ്കിൽ ചെറിയമ്മയോ അങ്ങനെ 1-2 പേര്, എൻ്റെ അമ്മ
അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് എൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്യാറ്. കുറേ ഹാർട്ടും ലവ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ പുറത്തുനിന്ന് 2 കമൻറ്റ് വന്നപ്പോൾ അതെനിക്കൊരു ചെറിയൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താങ്ക്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വെച്ചാൽ എനിക്കിനി 2 കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പറ്റി വീഡിയോ ചെയ്യട്ടെ. അപ്പോൾ ചേട്ടൻ ചോദിച്ചു എൻ്റെ 200ഓളം ഫ്രണ്ട്സ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു അല്ല 2 പേര് പറഞ്ഞിട്ടുള്ളൂ, എന്നാലും അവർ പറഞ്ഞല്ലേ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചെയ്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൾക്കാർ കമൻ്റ് ഇടും കളിയാക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അവർ പിന്നെ അത് കാണാമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ചേച്ചി കമൻറ്റ് ചെയ്തത് കൊണ്ട് വീഡിയോ ചെയ്തു എന്നവർക്ക് ഫീൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഓക്കെ, ബായ്.